4 ഫന്നുകളായിരിക്കും ഓതുക. 4 ഫന്ന് എന്ന് പറഞ്ഞാല് 4 സബ്ജക്റ്റുകള്. നമ്മള് പാരമ്പര്യമായിട്ട് ദർസിലൊക്കെ ഓതുമ്പോ പല സബ്ജക്റ്റുകളായിട്ടാണ് ഉണ്ടാവുക ക്ലാസ്സുകള്. അതന്നെ പ്രധാനപ്പെട്ടത് നമുക്കറിയാവുന്നത് പോലെ ഖുർആന്, ഹദീസ്, പിന്നെ ഫിഖ്. ഇതാണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ള കാര്യങ്ങളുള്ളത്. പിന്നെ അതിന്റെ സഹായകമായ കുറെ അദാത്ത് എന്നൊക്കെ പറയാം, ഉപകരണങ്ങളാണ്. അതിൽ പെട്ടതാണ് നഹ്വ്, സർഫ്, അതുപോലെ മന്തിക്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ മുഖ്തസർ പോലുള്ള കിതാബുകളിലൊക്കെ ഖുറാന്റെ സൗന്ദര്യ ശാസ്ത്രമൊക്കെ എസ്തെറ്റിക്സ് ഒക്കെ പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളും അത് അത് പ്രധാനമായിട്ട് ഈ 2 റൂട്ടുകളിലായിട്ടാണ് നമ്മളെ പഠനം ഉണ്ടായിരിക്കുക. ഈ റസാഖ് ഖാന്റെ മൈക്കാണ് ഓണ്. ഓക്കെ, ക്ലിയർ അല്ലേ ഇപ്പൊ? ഹലോ, ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെ പ്രധാനമായിട്ടും ഈ 2 രീതിയിലുള്ള പഠനങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതില് ഈ വർഷം പ്രധാനമായിട്ട് നമുക്ക് ഓതാനുള്ളത് 3 വിഷയങ്ങൾ ഏതൊക്കെയാണ്? അതില് ഖുലാസ ഉണ്ട്. ഖുലാസ എന്ന് പറഞ്ഞാൽ ഫിഖിന്റെ കിതാബാണ്. ബാവുസ്താദ് രചിച്ച ഫിഖിന്റെ കിതാബാണ്. അത് വളരെ ഷോർട്ട് ആയിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്ന കിതാബാണ് ഖുലാസ. അത് നമ്മൾ ഓൾറെഡി ഇന്നലെ നമുക്ക് തുടങ്ങിയല്ലോ. ഇനി മറ്റൊന്നാണ് ഹദീസ്. ഹദീസ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് തുടങ്ങും. അതില് റിയാദുസ് സ്വാലിഹീൻ എന്ന നബവി ഇമാമിന്റെ വളരെ ലോകത്ത് വളരെ ഹദീസ് രീതിയിൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ഒരു കിതാബാണ് ഈ റിയാദ് സ്വാലിഹീൻ എന്ന് പറഞ്ഞത്. കേരളത്തിൽ മാത്രമല്ല, ലോകത്ത് എല്ലായിടത്തും ഉള്ളതാണ്. എല്ലാ പണ്ഡിതന്മാരും പല ഷറഹുകളൊക്കെ അതിന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കിതാബാണ് ഹദീസിൽ നമ്മൾ ഓതുക. പിന്നെ അഖീദയിലും തസവുഫും ഉണ്ട്. അത് ഇൻഷാ അല്ലാഹ് വേറെ ഉസ്താദായിട്ട് കൊടുക്കുക. പിന്നെ നഹ്വും സർഫും ഉണ്ട്. ഈ നഹ്വ് സർഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയോ? അത് ഭാഷ പഠിക്കാനുള്ളതാണ്. നഹ്വ് സർഫ് രണ്ടാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് ആ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇനി ഞങ്ങൾ 2 ഉസ്താദുമാരാണ് പ്രധാനമായിട്ടും ഉണ്ടാവുക. ഒന്ന് എൻ്റെ കൂടെ തന്നെ പഠിച്ച ഒരു സിനാൻ നൂറാനി ഉസ്താദാണ്. ഞങ്ങൾ 2 ആളാണ് ഇവിടെ ഖത്തറിലുള്ളത്. അപ്പോൾ ഞങ്ങൾ 2 ആളും 2 വിഷയങ്ങളായിട്ടായിരിക്കും കൊടുക്കുക. ഓക്കെ, പിന്നെ ഒരു ടൈം ടേബിൾ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, ഉടനെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ അതിനനുസരിച്ച് ക്ലാസ്സുകൾ കൊണ്ടുപോകാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് പറയാനുള്ളത്. പിന്നെ ഇത് നമ്മൾ ഒരു മുദാക്കറത്തുൽ ഇൽമ് എന്ന രീതിയിൽ ഇൽമിന് മഹത്വം ഉണ്ട്, അപ്പൊ അത് ചർച്ച ചെയ്യുന്ന ഒരു ക്ലാസ്സിനും മഹത്വം ഉണ്ടായിരിക്കും. ആ ഒരു രീതിയിലാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. കാരണം ഞാനിപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, നിങ്ങളെക്കാളും പ്രായം കുറഞ്ഞ ആളായിരിക്കും. പിന്നെ പലരും ചിലപ്പോൾ പല വിഷയങ്ങളിലും വിവരം കുറവുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ ഇൽമിനെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഇൽമിന് എന്തായാലും അതിന്റെ മഹത്വം ഉണ്ട്, അതിന്റെ പവിത്രത ഉണ്ട്. അപ്പൊ അത് കാത്തു സൂക്ഷിച്ച് അതിലൂടെ മഹത്വം ഉൾക്കൊള്ളുക എന്നുള്ള വിഷയമാണ് നമ്മൾ ഈ ഇൽമ കൊണ്ട്, ഈ പഠനം കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ആ രീതിയിൽ അല്ലാഹു തആല കബൂലാക്കി തരട്ടെ. ഇപ്പോ പഠനത്തിന്റെ മുന്നോടിയായിട്ട് ഈ ആദാബുൽ തിബിയാൻ ഫി ആദാബി ഹമലത്തിൽ ഖുർആൻ എന്ന നവവി ഇമാമിന്റെ ഒരു കിതാബുണ്ട്. അല്ലെങ്കിൽ ഈ ദർസിലെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഓതുന്ന തഅലീമുൽ മുത്തഅല്ലിം എന്ന കിതാബൊക്കെ ഉണ്ട്. ഇത് ഒരു പഠനമായിട്ട്, ഒരു വിദ്യാർത്ഥിയായിട്ട് ഒരു 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 കുട്ടി വരുന്ന സമയത്ത് എങ്ങനെയാണ് ഇൽമിനോടും പിന്നെ ഒരു പഠനത്തിന്റെ ആ ഒരു ജീവിതകാലത്ത് നമ്മൾ ഉണ്ടായിരിക്കേണ്ട ചിട്ടകളും അതൊക്കെ പറയുന്ന കിതാബാണ്. അപ്പൊ അതിലൊക്കെ തുടക്കത്തിൽ തന്നെ കാണാൻ പറ്റുന്നത് നിയ്യത്ത് നന്നാക്കുക എന്നുള്ളതാണ്. നമ്മൾ പഠനം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രത്യേകിച്ച് ഈ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് കൊണ്ട് ദുന്യാവിൽ നമുക്കൊന്നും കിട്ടാനില്ല. അപ്പോൾ ആഖിറം ഉദ്ദേശിക്കുകയും അതിനു വേണ്ടിയുള്ളതാണ് ഈ പഠനം എന്ന് ഉദ്ദേശിക്കുകയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അത് നബവി ഇമാമിന്റെ കിതാബിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ ദുന്യാവിലെ പ്രശസ്തിക്കോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാനോ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അല്ല നമ്മൾ ഇൽമ പഠിക്കുന്നത്. മറിച്ച് നമ്മുടെ ആഖിറം വിളിച്ചാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മുത്തുനബിയോട് നമ്മൾ കൂടുതൽ അടുക്കാനും സ്വഹാബത്തിനോടും പിന്നെ
അതിലുപരി മഹബത്തുള്ള, ഇതിലോടൊക്കെ അടുക്കുന്നതോടുകൂടെ ഇതിൻ്റെ എല്ലാം ഫൈനൽ എൻഡായിട്ടുള്ള അള്ളാഹു താലയോട് അടുപ്പം പ്രാപിക്കാനും ഈ ഒരു കാര്യത്തിനാണ് നമ്മൾ ഇൽമു പഠിക്കുന്നത്. ആ ഒരു നിയത്ത് പ്രാഥമികമായിട്ട് നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ഇൽമിൻ്റെ ഈ ഒരു പഠനത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഇജ്തിനാബുൽ അസ്ബാബ് ഷാഹിലത്തി. ഇതുമായിട്ട് ബന്ധപ്പെട്ട പഠിക്കുന്ന സമയത്ത് മറ്റു പരിപാടികൾ പാടില്ല എന്നുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, അപ്പോൾ ഈ മുത്തല്ലിമീങ്ങൾ ചെയ്യുന്നത് പോലെ ഉസ്താദുമാർ എന്ത് ചെയ്യും, ഫോണൊക്കെ വാങ്ങി വെക്കും. ദർസിൽ പോകുന്ന സമയത്ത് ഫോൺ വാങ്ങി വെക്കും. പിന്നെ മാസത്തിന്റെ അവസാനത്തിലേക്കായിരിക്കും വരിക, ലീവിന്റെ സമയത്തായിരിക്കും ഫോൺ തരിക, അല്ലെങ്കിൽ ആഴ്ചയിൽ വ്യാഴം വെള്ളിയൊക്കെ വിളിക്കാനുള്ള സമയത്ത് അങ്ങനെയൊക്കെ തരിക. അപ്പോൾ ഈ ക്ലാസ്സിന്റെ സമയത്ത് എന്ത് ചെയ്യുക, ഫുൾ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് നമുക്ക് ക്ലാസ്സിൽ കേൾക്കുക. ഇനി ചിലപ്പോൾ പല സമയത്തും അസൗകര്യങ്ങൾ ഉള്ളവരുണ്ടാവും. അപ്പോൾ പറ്റുന്ന സമയത്ത് കംപ്ലീറ്റ് ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും നോട്ട് ചെയ്യാനും അതിൻ്റെ കൂടുതൽ ക്ലാസ്സിൽ പറഞ്ഞതിലപ്പുറമുള്ള കാര്യങ്ങൾ വായനകൾ നടത്താനും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത്. പിന്നെ ഇൽമിൻ്റെ മാറ്റങ്ങളെ പറ്റിയിട്ട് ഒരുപാട് ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ട്. ഖുർആൻ തന്നെ പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഒരു കാലത്ത് ഇസ്ലാമിൻ്റെ വലിയ മഹത്വമാണ് ഇൽമിന് എത്രത്തോളം പ്രാധാന്യം നൽകി എന്നുള്ളത്. ഈ ലോസ്റ്റ് ഹിസ്റ്ററി പോലുള്ള പല കിതാബുകളിലും പല ബുക്സിലും കാണാൻ പറ്റും. ലോകത്ത് യൂറോപ്യന്മാരൊക്കെ ഒരുപാട് കൊള്ളയടിച്ചു കൊണ്ടുപോയത് നമ്മുടെ അബ്ബാസിയ കാലഘട്ടത്തിലും ആ സമയത്തൊക്കെ ഉണ്ടായിരുന്ന വിജ്ഞാനങ്ങളാണ്. അതിലൂടെ ഒരുപാട് ആധിപത്യം, ഒരുപാട് ലോകത്തിലെ പല മാറ്റങ്ങളും അവർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ പൊളിറ്റിക്കലായ പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു വിജ്ഞാനത്തിനുള്ള ഒരു നല്ല കാലം ഇസ്ലാമിൻ്റെ നഷ്ടപ്പെട്ടു എന്നും പല മുസ്ലിങ്ങളും രാഷ്ട്രീയമായ പല കാരണങ്ങൾ കൊണ്ടും തമ്മിലടിക്കുകയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. ഇപ്പോൾ ഒരായത്തിലുണ്ടല്ലോ, അപ്പോൾ ദറജാത്തുകൾ, നല്ല സ്ഥാനങ്ങൾ ഉണ്ടാകുന്നത് ഇൽമു പഠിക്കൽ കൊണ്ടാണ്. പിന്നെ ഹദീസുകൾ കാണാൻ പറ്റും, മൻ സലക ത്വരീഖൻ യബ്തഗി ബിഹി ഇൽമൻ സഹലല്ലാഹു ത്വരീഖൻ ഇലൽ ജന്ന. ഇൽമു പഠിക്കുന്ന വഴിയിൽ ആരെങ്കിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വർഗത്തിലേക്കുള്ള വാതിൽ അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കും. സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കും. പിന്നെ ഇന്നൽ മലായികത ലതലൗ അജ്നിഹതഹാ ലിത്വാലിബിൽ ഇൽമി. അങ്ങനെ മലക്കുകൾ ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ചിറക് താത്തി കൊടുക്കും എന്നൊക്കെ ഹദീസിൽ കാണാൻ പറ്റും. പിന്നെ ഇൽമു പഠിക്കുന്ന സമയത്തിലുള്ള ആദബിൽ പെട്ടതാണ് നമുക്ക് ചോദിക്കാനുള്ള മടി ഉണ്ടാവാൻ പാടില്ല. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താക്കാൻ പറ്റുമോ, അവർക്കെന്ത് തോന്നുമോ, അല്ലെങ്കിൽ ഞാൻ എനിക്ക് അതുപോലും അറിയില്ലേ അങ്ങനെ തോന്നുമോ എന്നുള്ള വിചാരങ്ങളൊന്നും പാടില്ല. ഇന്ന് നമ്മളെ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക, അത് പഠിക്കുക എന്നുള്ളതാണ്. സംശയങ്ങൾ ചോദിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹദീസിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹുവിന്റെ ഒക്കെ ചരിത്രം കേൾക്കാൻ പറ്റും. അവര് ജോലി ഉണ്ടാകുന്ന സമയത്ത് എല്ലാ ദിവസവും ക്ലാസ്സിൽ പോയിരുന്ന് ക്ലാസ് കേൾക്കാൻ അവർക്ക് പറ്റില്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഒരാളെ വിടും, തൻ്റെ സഹോദരനെ അടുപ്പമുള്ള ഒരാളെ വിട്ടിട്ട് അയാളോട് ക്ലാസ് കേൾക്കാൻ പറയും. അവർ ശ്രദ്ധിച്ച് കേട്ട് തിരിച്ചു വന്ന് ഈ സ്വഹാബിക്ക് അന്നെടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ പിറ്റേന്ന് ഈ സ്വഹാബി പോവുകയും തിരിച്ചു വരികയും ഈ കാര്യങ്ങളൊക്കെ കേട്ട കാര്യങ്ങളൊക്കെ തിരിച്ചു പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ വരെ ഇൽമിന് പ്രാധാന്യം കണ്ടവരും അത് സ്വായത്തമാക്കാനുള്ള അങ്ങേയറ്റത്തെ പരിശ്രമം ചെയ്തവരുമായിരുന്നു ഈ സ്വഹാബത്ത്. പിന്നെ അബു ഹനീഫ ഇമാമിന്റെ ചരിത്രം കാണാൻ പറ്റും. ഒരു ഹജ്ജിന് പോയ സമയത്ത് മുടി വെട്ടുന്ന ആള് അബു ഹനീഫ ഇമാമിന് എന്തായി, കുറെ മസലകൾ പറഞ്ഞു കൊടുത്തു, മുടി വെട്ടുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ അത് വളരെ, അബു ഹനീഫ എന്ന് പറഞ്ഞ മദ്ഹബിന്റെ പണ്ഡിതനാണല്ലോ, 4 മദ്ഹബിലെ ഹനഫി മദ്ഹബിന്റെ ഇമാമാണ് അബു ഹനീഫ ഇമാം. അവര് വലിയ പണ്ഡിതനാണ്. അവര് വരെ ആ ഒരു മസലകൾ അയാളിൽ നിന്ന് അയാളുടെ ഫീൽഡിൽ
ചിലപ്പോൾ എന്ത് ചെയ്യും, മുടി വെട്ടുന്ന മസലൊക്കെ പല പണ്ഡിതന്മാരും ഒക്കെ തന്നെ ഉള്ള ആളാണ്, പല പണ്ഡിതന്മാരും വന്നിട്ടുണ്ടാവും. മുടി വെട്ടുന്നതിന്റെ കാര്യങ്ങളൊക്കെ അയാൾക്ക് കംപ്ലീറ്റ് അറിയാൻ പറ്റും. ആ കാര്യങ്ങളൊക്കെ പഠിക്കാൻ എന്തായി, അബു ഹനീഫ ഇമാം തയ്യാറായി. അപ്പോൾ ഇൽമ് എന്ന സാധനത്തിന് മാത്രമുണ്ട്. അപ്പൊ അത് എവിടെ നിന്നായാലും പറഞ്ഞവരിലേക്ക് നോക്കാണ്ട് ആ ഒരു കാര്യത്തെ ഉൾക്കൊള്ളാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കാന്നുള്ളതാണ്. പിന്നെ അതേസമയം തന്നെ എല്ലാ പുസ്തകങ്ങളും വായിക്കുക, എല്ലാ പ്രസിദ്ധീകരണങ്ങളിൽ കണ്ട സാധനങ്ങളും മനസ്സിലാക്കുക, അങ്ങനെ നമ്മൾ അങ്ങനെയും വഞ്ചിതരാവാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ പൂർണ്ണമായിട്ട് അറിയുന്നതിന് മുമ്പ് പല പണ്ഡിതന്മാരും ചില കിതാബുകൾ വായിക്കാൻ പാടില്ല. ഇബ്നു ഹജർ തങ്ങൾ, ഇബ്നു അറബി എന്ന വലിയൊരു സൂഫി പണ്ഡിതനുണ്ട്, അപ്പൊ അവരുടെ കിതാബ് വായിക്കാൻ പാടില്ല എന്ന് തുഫയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഹറാമാണെന്നാണ് പറഞ്ഞത്. കാരണം ഒരു സൂഫിസത്തിന്റെ വലിയ വലിയ വിധാനങ്ങളിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണമെന്നില്ല, ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. അപ്പൊ ആ ഒരു കാര്യം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അത്തരം പുസ്തകങ്ങൾ വായിക്കാൻ പാടില്ല. അതേപോലെ തന്നെ പല വിധൈകളുടെയും പുത്തനാശയക്കാരുടെയും ഒക്കെ കിതാബുകൾ ഉണ്ടാകുമ്പോൾ, പുസ്തകങ്ങൾ ഉണ്ടാകുമ്പോൾ അതില് ചിലപ്പോൾ വളച്ചൊടിച്ച സത്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ സത്യമാണെന്ന് തോന്നിയേക്കാം. അപ്പോൾ അത്തരം പ്രസിദ്ധീകരണങ്ങളും പുസ്തകങ്ങളും ഉണ്ടാകുമ്പോൾ അത് വായിക്കുന്നതിന് തൊട്ട് രണ്ടു വട്ടം ആലോചിച്ച ശേഷം, അല്ലെങ്കിൽ വ്യക്തമായിട്ട് ഇത് പറഞ്ഞുതരാൻ മാക്സിമം അത് വായിക്കാതിരിക്കുകയാണ് വേണ്ടത്. ഇനി അഥവാ വായിച്ച് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ അത് നല്ലൊരു അറിയുന്ന ആളോട് പോയിട്ട് ഡൗട്ട് ചോദിക്കുകയും തീർക്കുകയൊക്കെ ചെയ്യാണ് നമുക്ക് വേണ്ടത്. ഓക്കെ. അല്ലോ, ഇനി ഇൽമിന്റെ മാറ്റങ്ങൾ ഒരുപാട് പറയാനുണ്ട്. സമയം ഒരുപാടായി എന്നാണ് തോന്നുന്നത്. നമുക്ക് ഏതായാലും നവവി ഇമാമിന്റെ റിയാദ് സ്വാലിഹീൻ എന്ന കിതാബ് തുടങ്ങാം. പിന്നെ ഈ ക്ലാസ്സിന്റെ ഇടയ്ക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ ഹാൻഡ് റേസ് ചെയ്യുകയോ അല്ലെങ്കിൽ മൈക്ക് ഓൺ ആക്കി ചോദിക്കുകയും ചെയ്യാം. കുറച്ച് ആൾക്കാരല്ലേ ഉണ്ടാവുള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ട് നോക്കുന്ന ഒറ്റക്ക് വായിക്കുന്ന സമയത്തൊക്കെ ഡൗട്ട് ഉണ്ടാവുകയാണെങ്കിൽ വാട്സപ്പിലോ ഗ്രൂപ്പിലോ, എല്ലാവർക്കും ഉപകാരപ്പെടുകയാണ് ഗ്രൂപ്പിലോ, അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻഷാ അല്ലാ പറ്റുന്ന പോലെ നമുക്ക് സംശയങ്ങളൊക്കെ തീർത്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ. പിന്നെ അപ്പോ നവവി ഇമാമിന്റെ കിതാബാണ് റിയാദ് സ്വാലിഹീൻ എന്നത്. അബൂ സക്കരിയ യഹിയ മുഹിയുദ്ദീൻ ഇബ്നു ഷറഫുൻ നവവി ഷാഫി എന്നാണ് നവവി ഇമാമിന്റെ മുഴുവൻ പേര്. വലിയ ഹദീസ് പണ്ഡിതനും ഫിഖ്ഹി പണ്ഡിതനും ഒരേ സമയം ഹദീസിലും ഫിഖ്ഹിലും ഒരുപോലെ കഴിവുള്ള ആളായിരുന്നു. വലിയ ലോക പ്രശസ്ത പണ്ഡിതനാണ് നവവി ഇമാം. ഈ ഷാഫി ഫിഖ്ഹിന്റെ വലിയ വലിയ കിതാബുകൾ, ഇബ്നു ഹജർ തങ്ങളുടെ തുഫയും നിഹായയും ഷർബീനിയും അതേപോലുള്ള എല്ലാ കിതാബുകളും നോക്കുമ്പോഴും അതൊക്കെ ഒരു മിനിറ്റ്, അതൊക്കെ ഈ നവവി ഇമാമിന്റെ മിൻഹാജ് എന്ന കിതാബിന്റെ ഷറഹാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നവവി ഇമാമിന്റെ കിതാബുകൾക്ക് ഖിദ്മത്ത് എടുക്കാം, അതിനെ ഷർഹ് ചെയ്ത, അതിനെ ഹാഷ് ചെയ്ത, അതിനെ സപ്പോർട്ടായിട്ട് എന്തെങ്കിലും ചെയ്യുക എന്നത് അന്നത്തെ പണ്ഡിതന്മാര് വലിയ രീതിയിൽ അവരുടെ ഒരു ജീവിതത്തിന്റെ ഒരു ലക്ഷ്യമായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു വലിയ സേവനമായിട്ട് അവർ കരുതുകയും അങ്ങനെ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നവവി ഇമാം ഈ റിയാദ് സ്വാലിഹിന്റെ തുടക്കത്തിൽ കാണാൻ പറ്റും, പറയുന്നത് കേൾക്കാൻ പറ്റും, മാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ചത് എന്തിനാണ്? ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ഒരു ലക്ഷ്യമാണ് പ്രധാനമായിട്ടും ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. മറ്റ് കാര്യങ്ങൾ, ജീവിതത്തിനുള്ള പൈസ സമ്പാദിക്കുക, മറ്റു മറ്റു ഭൗതികമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നതോട് കൂടെ അതിനപ്പുറത്തുള്ള ഒരു ലക്ഷ്യം മറക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഇതിന്റെ ആമുഖത്തിൽ തന്നെ നവവി ഇമാം സൂചിപ്പിക്കുന്നുണ്ട്. ഫഇന്ന ലില്ലാഹി ഇബാദൻ ഫുതനൻ തൊല്ലഖു ദുനിയ വഖാഫുൽ ഫിതന. ദുനിയാവിനെ തൊലാക്ക് ചൊല്ലിയ ഒരുപാട് നല്ല ആൾക്കാരെ പറ്റിയിട്ടുള്ള ഒരു ബൈത്തും ഈ ആമുഖത്തിൽ മുഖദ്ദിമയിൽ നവവി ഇമാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതിനുള്ള മാർഗം ഈ ദുനിയാവിനെ ഒഴിവാക്കാന്നല്ല, പൈസ സമ്പാദിക്കുന്നിടത്തൊക്കെ നമ്മുടെ രീതി എന്ന് വെച്ചാൽ പൈസ സമ്പാദിക്കേണ്ടെന്നല്ല, പൈസ ധാരാളം നല്ല മാർഗത്തിലുള്ള കാശ് ഉണ്ടാവാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതൊരിക്കലും ഒരു പ്രശ്നമല്ല. മക്കൾക്കും
കുടുംബത്തിലൊക്കെ എന്ത് ചെയ്യുക, സ്വതക്ക ചെയ്യുക. സ്വതക്ക ചെയ്യുക എന്നുള്ള വലിയ പുണ്യമുള്ള കാര്യമാണല്ലോ. എന്തായാലും പൈസ വേണം. ഇപ്പോൾ ബിസിനസ് മദീനയിൽ വന്നിട്ട് നല്ലോണം പൈസ ഉണ്ടാക്കി കച്ചവടം ചെയ്ത് വിജയിച്ച സ്വഹാബത്ത് ഉണ്ടായിരുന്നു. അതൊരു പ്രശ്നമല്ല. പക്ഷേ ഈ മാല് പോക്കറ്റിൽ ഉണ്ടായിരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് കൽബിലുണ്ടായിരിക്കുക എന്നതല്ല. അത് പോക്കറ്റിൽ നിന്ന് മാറി അത് അത് നമ്മുടെ എന്താണ് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ മനസ്സിന്റെ ഒരു മെയിൻ കാര്യമാകുമ്പോൾ, ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആകുമ്പോൾ അവിടെയാണ് പ്രശ്നമുള്ളത്. അല്ലാതെ പൈസ നമ്മളെ പെട്ടിയിലുണ്ടായതുകൊണ്ട്, നമ്മുടെ മനസ്സിലില്ല, നമ്മളെ പെട്ടിയിലുണ്ടായതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഓക്കെ. അപ്പോൾ ഇത്തരത്തില് നമ്മൾ എന്ത് വേണം? അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യണം. അതാണ് മനുഷ്യന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ജീവിത ലക്ഷ്യം തന്നെ അതാണ് എന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ ഈ രീതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സ്വഹീഹായ ഹദീസുകൾ നമുക്ക് വലിയ രീതിയിൽ ഉപകാരം ചെയ്യും. ആ സ്വഹീഹായ ഹദീസുകളാണ് ഈ റിയാദ് സ്വാലിഹീൻ എന്ന കിതാബിൽ നവവി ഇമാം ഉദ്ധരിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ജീവിതത്തിന് ഉപകാരപ്പെട്ട, നമ്മൾക്ക് അള്ളാഹു തആലക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മളെ പ്രേരിപ്പിക്കുന്ന ഹദീസുകൾ, സ്വഹീഹായ ഹദീസുകൾ മാത്രം കോർത്തിണക്കിയ കിതാബാണ് റിയാദ് സ്വാലിഹീൻ എന്ന് പറഞ്ഞത്. അപ്പൊ ത്വഹാറത്തുൽ ഖുലൂബി വ ഇലാജുഹ, നമ്മള് അസുഖം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഡോക്ടറെ അടുത്ത് പോയിട്ട് ചികിത്സിക്കും. ഇനി ചികിത്സ ഇല്ലാത്ത സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട്. ലൈഫ് സ്റ്റൈൽ ഉഷാറാക്കിക്കൊണ്ടുള്ള ഒരുപാട് ചികിത്സാ സമ്പ്രദായങ്ങളും പുതുതായിട്ട് ഉണ്ടാവുന്നുണ്ട്. അതിന് നല്ല സപ്പോർട്ടും കിട്ടുന്നുണ്ട്. കാരണം ഒരു മരുന്നും കഴിക്കില്ല എന്നുള്ളതാണ് അവരുടെ പോളിസി. എനിവേ, അങ്ങനെ ഒരുപാട് ചികിത്സാ രീതികൾ, അലോപ്പതിയും ആയുർവേദവും പല രീതിയിലുള്ള ട്രീറ്റ്മെന്റും നമുക്ക് കാണാൻ പറ്റും. ശരീരത്തിനെ ട്രീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനമാണ് കൽബിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്, അതിനെ ചികിത്സിക്കുക എന്നുള്ളത്. അപ്പോൾ കൽബിന്റെ അസുഖങ്ങളെ പറ്റിയും ഒരുപാട് തസവുഫിന്റെ കിതാബുകളൊക്കെ കാണാൻ പറ്റും. കിബർ വരിക, ഉജ്ബ് വരിക, അസൂയ, മറ്റൊരാളെ പറ്റി മോശമായ കാര്യങ്ങൾ തോന്നുക, ഇതൊക്കെ കൽബിന്റെ അസുഖങ്ങളാണ്. അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റ്, അതിനുള്ള ഇലാജാണെന്ത്? നമ്മൾ ഇത്തരത്തിലുള്ള ഹദീസുകൾ, ഖുർആൻ ഓതുകയും ഹദീസ് വായിക്കുകയും മഹാന്മാരുടെയും അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ ഒക്കെ കഥകളൊക്കെ മനസ്സിലാക്കുകയും അത് ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്യുന്നുള്ളത്. ട്രീറ്റ്മെന്റ് നമ്മളെത്ര പൈസ കൊടുത്ത് ആശുപത്രി ചെലവഴിക്കുന്നത് പോലെ തന്നെ ഈ ഒരു കാര്യത്തിന് നമ്മളുടെ സമയവും നമ്മുടെ സമ്പത്തും വിനിയോഗിക്കണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പൊ അതിനുള്ള മാർഗമാണ് റിയാദ് സ്വാലിഹീൻ എന്നാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഇതിൽ സ്വഹീഹായ ഹദീസുകൾ മാത്രമേ ഉള്ളൂ. അതാണ് പ്രത്യേകത. അപ്പൊ ഇത് കാണാതെ പഠിക്കുകയും അതിനൊക്കെ ഉപകാരപ്പെടുന്ന ഹദീസാണ്. കാണാതെ പഠിക്കാനും ഇതിന്റെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്താനും അതേസമയം നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ മുത്തഫഖുൻ അലൈഹി ആയ ഹദീസുകളാണ്. മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞാല് ഇമാം ബുഖാരി ഉണ്ട്, ഇമാം മുസ്ലിം ഉണ്ട്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഖുർആനിന് ശേഷം അസഫുൽ കുത്തുബ് ബാദ കിതാബില്ല എന്നാണ് സ്വഹീഹുൽ ബുഖാരി എന്ന കിതാബിനെ അറിയപ്പെടുക. ബുഖാരി ഇമാമിന്റെ ഹദീസ് ഗ്രന്ഥമാണ്. ഖുർആനിന് ശേഷം ഹദീസുകൾ ഒരുമിച്ച് കൂട്ടിയ, സ്വഹീഹായ ഹദീസുകൾ ഒരുമിച്ച് കൂട്ടിയ ഗ്രന്ഥമാണ് സ്വഹീഹുൽ ബുഖാരി. അതിനുശേഷമുള്ള കിതാബാണ് സ്വഹീഹുൽ മുസ്ലിം. ഇങ്ങനെയാണ് ഇതിന്റെ ഓർഡർ: സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹുൽ മുസ്ലിം. ഖുർആനിന് ശേഷം ഏറ്റവും മഹത്വമുള്ള കിതാബാണ് സ്വഹീഹുൽ ബുഖാരി. അപ്പൊ അതിൽ രണ്ടിലും വന്ന ഹദീസുകൾക്കാണ്, അതിൽ രണ്ടിലും ഒരുമിച്ച് കൂടിയ ഹദീസുകൾക്കാണ് മുത്തഫഖുൻ അലൈഹി ആയ ഹദീസ് എന്ന് പറയും. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. മുത്തഫഖുൻ അലൈഹി ഹദീസ് എന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ടിലും ഹദീസുകളാണ്. പിന്നെ എന്താ ചോദിക്കുന്നുണ്ടോ? ചോദിച്ചോളൂ. ദഈഫായ ഹദീസുകളുണ്ട്. ദഈഫായ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ ഈ റാവിമാരില് അത് വേറെ തന്നെ ഒരു പഠന ശാസ്ത്രമാണ് കേട്ടോ. ഉസൂലുൽ ഹദീസ് എന്നൊക്കെ വേണം അതിന് പറയാം. അത് ഹദീസ് പ്രധാനമായിട്ട് രണ്ട് ഭാഗമാണ്. ഹദീസ് സനദും ഉണ്ട്, ഹദീസ് മത്തിനും ഉണ്ട്. സനദ് എന്ന് പറഞ്ഞാൽ ഇവര് വന്ന ത്വരീഖുകൾ. ഇപ്പോ ആദ്യം ആര് കേട്ടു, പിന്നെ ആര് കേട്ടു, പിന്നെ ആര് കേട്ടു, അങ്ങനെ നബിതങ്ങൾ വരെ എത്തുന്ന ആ ഒരു റൂട്ടിനാണ്, ഒരു ത്വരീഖിനാണ് എന്താ പറയാ, സനദ് എന്ന് പറയാം. സനദിനെ പറ്റി പഠിക്കുന്ന ഹദീസ് ശാഖയാണ് ഉസൂലുൽ ഹദീസ് എന്ന് പറയുന്നത്. പിന്നെ
ഇൽമുൽ ഹദീസ് ദിറായത്തും റിവായത്തും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതിലുള്ള കിതാബുകളുണ്ട്. ഈ ഹദീസിന്റെ സനദുകളെ പറ്റി മാത്രം പറയുന്ന കിതാബുകളുണ്ട്. അതൊരു പഠനശാസ്ത്രം തന്നെയാണ്. പിന്നെ ഈ മത്തനുകൾ എന്ന് പറഞ്ഞാലാണ് എന്ത്, ഇതിന്റെ നബിതങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വേർഡ്, അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് മത്തിൽ നമ്മൾ പഠിക്കുക. അപ്പൊ ഈ സനദില് പല പല രീതിയിൽ ഹദീസുകൾ ഉണ്ടാവും. അപ്പൊ അതിനെ നല്ല മുർസലായ ഹദീസ്, മൗഖൂഫായ ഹദീസ്, സ്വഹാബത്തിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഉണ്ടാവും. പിന്നെ സ്വഹാബത്തിനെ എല്ലാ താബീനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ ഉണ്ടാവും. അങ്ങനെ മുകളിലത്തെ ആളെ കളഞ്ഞു പോയ ഹദീസുകൾ ഉണ്ടാവും, താഴത്തെ ആളെ കളഞ്ഞു പോയ ഹദീസുകൾ ഉണ്ടാവും. അങ്ങനെ പല രീതിയിൽ അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനൊക്കെ ഒരുപാട് പേരുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ക്ലാസ്സിനടുക്ക് അങ്ങനെ ടേംസ് വരുന്ന സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. പിന്നെ വൈഫായ ഹദീസുകളുണ്ട്. വൈഫായ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ ത്വരീഖില് ഈ സനദില് സ്വീകരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. പിന്നെ ഇത് സ്വഹീഹാണെങ്കിൽ അത്യാവശ്യം കടമ്പകളുണ്ട്. എല്ലാ എല്ലാ സ്റ്റെപ്പിലുള്ള ആൾക്കാര് അത്രത്തോളം സിക്കത്താണെന്ന് അതിന് പറയാം. ഒരുപാട് ആക്ഷേപത്തിനുള്ള കാരണങ്ങളുണ്ട്. അതൊന്നും വരാത്ത രീതിയിൽ ഇവര് വിശ്വസ്തരാകുമ്പോഴാണ് ഒരു ഹദീസ് സ്വീകരിക്കാൻ പറ്റുക. അപ്പൊ അങ്ങനെ ആയ ഹദീസുകളാണ് സ്വഹീഹായ ഹദീസ് എന്ന് പറയാം. അപ്പൊ അങ്ങനെ ഇനി ഇടക്ക് വന്ന ഒരു റാവിക്ക്, എല്ലാവർക്കും ആവണമെന്നില്ല, അതിൽ ഒരു റാവിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഹദീസ് ചിലപ്പോൾ ദഈഫായിരിക്കും. അപ്പൊ അങ്ങനെയാണ് ഹദീസിന് ദോഫ് വരിക. ചിലപ്പോൾ ആ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് തന്നെ ആയിരിക്കും. പക്ഷെ ആ വന്ന വഴിയിൽ എന്താണ്, ഒരാള് ഇതുണ്ടെങ്കിൽ, പ്രശ്നം ഉണ്ടെങ്കിൽ, അയാള് എന്താ പറയാ വേറൊരു കളവായ ഹദീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ, അല്ലെങ്കിൽ അയാൾക്ക് മറ്റു രീതിയിലുള്ള ഒരു ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹദീസ് ആ ഒരു രീതിയിൽ വന്ന ആ ഒരു ത്വരീക്കിൽ വന്ന ഹദീസ് സ്വീകരിക്കൂല. ഇനി അതേ ഹദീസ് തന്നെ വേറെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലാണെങ്കിൽ ഹദീസ് സ്വഹീഹാണ്. ഓക്കെ, അപ്പൊ ഇനി ഒരേ ഹദീസ് തന്നെ പല പല ത്വരീക്കിൽ വന്നിട്ടുണ്ടാവും. സെയിം ഹദീസ് തന്നെ പല പല സ്വഹാബത്ത് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ ക്ലാസ്സിൽ 20 ആൾക്കാര് ഞങ്ങൾ അന്ന് ക്ലാസ് എടുത്തപ്പോൾ 20 ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഓരോരുത്തരോട് പറഞ്ഞ് അതൊക്കെ വേറെ വേറെ ഹദീസായിട്ട്, അല്ലെങ്കിൽ ഉമർ റളിയല്ലാഹുവിനെ ഒരു കാര്യം ഒരു സ്വഹാബിനോട് പറഞ്ഞു, അങ്ങനെ അതൊരു ഹദീസായി മാറി. പിന്നീട് വേറൊരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അതേ സാഹചര്യത്തിനെ വേറൊരു സ്വഹാബിനോട് പറഞ്ഞു, വേറൊരു താബീനോടൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെ അത് അവരെ തൊട്ട് ഒരു ഹദീസായി. അങ്ങനെ പല പല ത്വരീക്കുകളുള്ള ഒരു ഹദീസ് തന്നെ ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ 1 ലക്ഷം 10 ലക്ഷം ഹദീസുകൾ കാണാതെ പഠിച്ച പണ്ഡിതന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവര് ഇപ്പൊ കാണാതെ പഠിക്കാന്ന് പറഞ്ഞാൽ ഈ സനദോട് കൂടിയാണ്, സനദും കൂടിയാണ് ഉണ്ടാവുക. ഈ സനദിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുക ഈ അക്കാഡമിക് രംഗത്തേക്കൊക്കെ വരുമ്പോൾ. ഇതിൽ നിങ്ങൾ ഇംഗ്ലീഷ് പുസ്തകങ്ങളൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. ഒരു 200 പേജുള്ള പുസ്തകങ്ങളാണെങ്കിൽ ഇതിനൊക്കെ സൈറ്റേഷൻ ഭയങ്കര നിർബന്ധമാണ്. ഓരോ നമ്മൾ വേറൊരാൾ പറഞ്ഞൊരു വേർഡ് എടുക്കുകയാണെങ്കിൽ അത് എവിടുന്ന് എടുത്തു എന്നുള്ളത് നമ്മൾ അതിനെ സൂചിപ്പിക്കണം. അതുപോലെ തന്നെ അതിന്റെ അവസാനത്തിൽ ഒരു അവസാനമുള്ള കുറേ പേജുകൾ, ഒരു 300 പേജ് പുസ്തകമാണെങ്കിൽ 120 പേജൊക്കെ കണ്ടന്റ് ഉണ്ടാവുള്ളൂ. 200 പേജുള്ള പുസ്തകമാണെങ്കിൽ 120 പേജൊക്കെയാണ് കണ്ടന്റ് ഉണ്ടാവുക. അതിനുശേഷം ഇതിൽ കോട്ട് ചെയ്ത ആൾക്കാരുടെ ലിസ്റ്റും കാര്യങ്ങളും അതുമായിട്ട് അനുബന്ധമായ കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പൊ ഇത് ഹദീസിന്റെ ശാസ്ത്രത്തില് ഈ ഒരു പഠനത്തിൽ വളരെ മുമ്പ് തന്നെ നമ്മൾ അവലംബിച്ചു വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ദഈഫായ ഹദീസ് പറഞ്ഞാല് ത്വരീഖില് ഹദീസ് കൈമാറാൻ പറ്റാത്ത ഒരാളുണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ മൗദൂആയ ഹദീസ് ഉണ്ട്. മൗദൂആയ ഹദീസ് പറഞ്ഞാൽ കെട്ടിച്ചമച്ച ഹദീസ് എന്നാണ്. അത് ഓൾറെഡി ഹദീസ് അല്ല, അങ്ങനെ പറയാനൊന്നും പറ്റൂല. അത് സ്വീകരിക്കാൻ പറ്റാത്ത ഹദീസുകളാണ്. ഈ ദഈഫായ ഹദീസുകളെ പറ്റിയിട്ട് ഫളായിലുള്ള അമലിന് വേണ്ടിയിട്ട് അത് സ്വീകരിക്കാം, അത് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തുണ്ടോ? ചോദിച്ചോളൂ. അതെ 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 അതെ, ഈ കിതാബിന്റെ വലിയ പ്രത്യേകത അതാണ്. ഈ ഓരോ ഹദീസും അത്രത്തോളം അന്വേഷിച്ച് ഒതുകൊടുത്ത് സ്റ്റെപ്പ് ഉണ്ട്. അതില് രണ്ടാളും വെച്ച നിബന്ധനകളൊക്കെ വേറെയാണ്. ഒരു ഹദീസ് സ്വീകരിക്കണമെങ്കിൽ അത്രത്തോളം കണിശമായിട്ടുള്ള നിബന്ധനകൾ വെച്ചിട്ടാണ് ഇമാം ബുഖാരി, ഇമാം മുസ്ലിം ഒക്കെ ഈ ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. വേറെയുണ്ട്, സിഹാഹു സിത്ത എന്ന് പറയും. പ്രധാനപ്പെട്ട 6 കിതാബുകളുണ്ട് ഈ ഹദീസില്.
ഈ കിതാബുകളെ പറ്റിയിട്ട് സിഹാഹ് സിത്ത എന്ന് പറയാറുണ്ട്. ഓക്കെ, നമ്മൾ ക്ലാസ് ടൈം എപ്പോഴാണ്? 9 to 10 ആണോ? 9:30 to 10:30 ആണോ? ഓക്കെ ഓക്കെ, സമയമുണ്ടല്ലേ അപ്പോൾ? അപ്പൊ അങ്ങനെ അപ്പൊ പറഞ്ഞു തൊഹാറത്തുൽ ഖുലൂബ് ഇലാജുഹ, കൽബ് ശുദ്ധീകരിക്കുകയും അതിനുള്ള എന്തും വേണം, മരുന്നുകൾ, ട്രീറ്റ്മെന്റ് വേണം. അതിനുള്ളൊരു മാർഗമായിട്ടാണ് നവവി ഇമാം ഈ കിതാബിനെ രചിക്കുന്നത്. ഓക്കെ, അപ്പൊ സ്വഹീഹായ ഹദീസുകൾ മാത്രമാണുള്ളത്. ഈ തസ്കിയത്തിന് ആവശ്യമായ, നമ്മുടെ കൽബിനെ ചിട്ടപ്പെടുത്താൻ ആവശ്യമായ കാര്യങ്ങളൊക്കെയാണ് റിയാദ് സ്വാലിഹീനിൽ ക്രോഡീകരിച്ചിട്ടുള്ളത്. അങ്ങനെ അതിന്റെ മുഖദ്ദിമ ഗസാലി ഇമാം അല്ല, നവവി ഇമാം അവസാനിപ്പിക്കുന്നത് തന്നെ അവർക്ക് ദുആ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു തആല അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഈ ഇഷ്ടം പോലെ ആൾക്കാർ ആ ഹദീസ്, ഈ കിതാബുകൾ കൊണ്ട് ഉപകാരമെടുക്കുകയും നല്ല രീതിയിൽ ജീവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. അതിൻ്റെയൊക്കെ ബർക്കത്ത് നബി ഇമാമിന് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ നമുക്കും നബി ഇമാമിൻ്റെയും മുത്തുനബിയുടെയും മറ്റു എല്ലാ അമ്പിയാക്കൾ ഔലിയാക്കളുടെയും നമുക്കും ബർക്കത്തും നൽകട്ടെ. അതുപോലെ നമ്മുടെ ഇൽമിലൊക്കെ അല്ലാഹു തആല ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ നമുക്കൊരു ഫാത്തിഹ ഓതി തുടങ്ങാം അല്ലേ? എന്നാൽ നബി ഇമാമിന്റെ പേരിൽ. ഓക്കെ, അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. യാ അല്ലാഹ്. അപ്പൊ ഇതില് ഫസ്റ്റ് കുറെ ബാബുകളായിട്ടാണുള്ളത്. ഇതിൽ ഫസ്റ്റ് ബാബ് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞതിന് ശേഷം ബാബുൽ ഇഖ്ലാസി വ ഇഖ്ലാരിൻ നിയ്യ. ഇഖ്ലാസ്, നിയ്യത്ത് ഉണ്ടായിരിക്കുക, നിയ്യത്ത് ഹുദൂറാക്കുക എന്നുള്ള വിഷയങ്ങളെ പറ്റിയിട്ടാണ് ആദ്യത്തെ ബാബുള്ളത്. ഇഖ്ലാസ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? കേട്ടില്ലേ? ഇഖ്ലാസ് എന്താണെന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ റിയാദ് സ്വാലിഹിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഖുർആൻ ആയത്തും ഓരോ ബാബിലും ഉണ്ടാവും. ഖുർആൻ ആയത്തും ഉണ്ടാവും, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഹദീസുകൾ ഉണ്ടാവും എന്നതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ തുടക്കത്തിൽ ഖുർആൻ ആയത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇഖ്ലാസ് വേണം, ഇഹ്ലാറും നീയത്ത് വേണം. നീയത്ത് ഉണ്ടായിരിക്കണം, ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. ഈ ജമീൽ അഅ്മാലി വൽ അഖ്വാലി വൽ അഹ്വാലിൽ ബാരിസത്തി വൽ ഖഫിയ്യത്തി. എന്താണ് പറഞ്ഞത്? ഫി ജമീൽ അഅ്മാലി, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നിയത്ത് ഉണ്ടായിരിക്കുക, ഇഖ്ലാസ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ വൽ അഖ്വാലി, എല്ലാ കൗലുകളിലും വാക്കുകളിലും, വൽ അഹ്വാലി, എല്ലാ അവസ്ഥകളിലും, ബാരിസത്തി വെളിവായ അവസ്ഥകളിലും, വൽ ഖഫിയത്തി രഹസ്യമായ അവസ്ഥകളിലും. എല്ലാ കാര്യങ്ങളിലും, രഹസ്യവും പരസ്യവുമായ എല്ലാ സംഭവങ്ങളിലും നല്ല നീയത്ത് ഉണ്ടായിരിക്കുക, ഇഖ്ലാസ് ഉണ്ടായിരിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതിനെ പറ്റിയാണ് ഫസ്റ്റ് ബാബ് പറയുന്നത്. അപ്പൊ അതിലായത്ത് കണ്ടോ? ഖാലല്ലാഹു തആല വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാഅ വയുഖീമുസ് സ്വലാത്ത വയുത്തുസ് സകാത്ത വദാലിക ദീനുൽ ഖയ്യിമ. വമാ ഉമിറു, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദുല്ലാഹ, അല്ലാഹു തആലയെ ആരാധിക്കാനല്ലാതെ, മുഖ്ലിസീന ലഹുദ്ദീന, അവനെ മാത്രം, അവനെ ഇഖ്ലാസ് ചെയ്തുകൊണ്ട് ഇബാദത്ത് ചെയ്യാനല്ലാതെ. ഹുനഫാഅ, ഹുനഫാ എന്ന് പറഞ്ഞാൽ സത്യമതത്തോട് ചാഞ്ഞുകൊണ്ട്, സത്യത്തോട് ചാഞ്ഞുകൊണ്ട്.
വയുക്കീമൂന സ്വലാത്ത, പിന്നെ നിസ്കരിക്കാനും, വയൂത്തൂന സക്കാത്ത, സക്കാത്തുകൾ കൊടുക്കാനും, വദാലിക ദീനുൽ ഖയ്യിമ, അതാണ് നേരായ മാർഗം, നേരായ മതം അതാണ്. അള്ളാഹുവിനെ ആരാധിക്കുക, നിസ്കരിക്കുക, നോമ്പ് അനുഷ്ഠിക്കുക, സക്കാത്ത് കൊടുക്കുക, എന്തോടുകൂടെ? അള്ളാഹു താലാക്ക് മാത്രം വേണ്ടി ഇഖ്ലാസോടുകൂടി ഇതൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. കാല അല്ലാഹു തആല ഇനിയും ആയത്തിൽ പറയുന്നുണ്ട്, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. അപ്പോ ഇതറങ്ങാനുള്ള സാഹചര്യം എന്ന് വെച്ചാല്, കാഫിര്യങ്ങള് മക്കയിലെ പണ്ടത്തെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഒരു ഒട്ടകത്തെ ഇറക്കുകയും അവിടെ ചോര ഒഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോ ഇറച്ചി വിതരണം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോ അള്ളാഹു താലാന്റെ അടുക്കൽ സ്വീകരിക്കുന്ന കാര്യം അതല്ല. പിന്നെ അതെല്ലാം വെച്ചാല് അത് സ്വീകരിക്കൂല എന്നല്ല, അള്ളാഹു താലാക്ക് വേണ്ടിയാകുമ്പോ അറവും കാര്യങ്ങളൊക്കെ, ഉളുഹിയ്യത്തും ഹഖീഖത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ സ്വീകരിക്കും. പക്ഷെ ലാക്കിൻ യനാലു തഖ്വാ മിൻകും, അവരുടെ ആ ഒരു ശൈലിയെ തൊട്ട് അല്ല, എന്താ പറയാ, ഒഴിവാക്കിക്കൊണ്ട് ആ ഒരു ശൈലിയല്ല നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന അർത്ഥത്തിൽ ഇറങ്ങിയ ആയത്താണിത്. പിന്നെ എന്താണ് അല്ലാഹു തആല സ്വീകരിക്കുക? തഖ്വാ മിൻകും, നിങ്ങളുടെ കൽബിൽ തഖ്വ ഉണ്ടായിരിക്കുക എന്നതാണ് അല്ലാഹു തആല സ്വീകരിക്കുന്ന, അല്ലാഹു തആലയുടെ അടുക്കൽ സ്വീകാര്യമായ ഒരു കാര്യം. ഓക്കെ. ഇനി ഖാല തആല വേറെ ആയത്തിലും കാണാൻ പറ്റും, കുല്ലിൻ തുഖ്ഫൂ മാ ഫീ സുദൂരിക്കും, കുൽ നബിയെ തങ്ങൾ പറയുക, ഇൻ തുഖ്ഫൂ മാ ഫീ സുദൂരിക്കും, നിങ്ങളുടെ കൽബിൽ മറച്ചു വെച്ച കാര്യങ്ങള്, ഔ തുബ്ദൂഹു, അല്ലെങ്കിൽ വെളിവാക്കിയ കാര്യങ്ങളാണെങ്കിലും, യഅലമുഹുല്ലാഹ്, അല്ലാഹു തആല അത് അറിയുന്നവനാണ്. നമ്മള് മറച്ചു വെക്കുന്ന കാര്യവും വെളിവാക്കുന്ന കാര്യവും എല്ലാം അല്ലാഹു തആല അറിയുന്നവനാണ്. അപ്പൊ ഒന്നും ഒളിച്ചു വെക്കണ്ട, നമ്മൾ എന്ത് ചെയ്യണം? ഇഖ്ലാസോടുകൂടെ അമല് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? താര്യമ്മ ദൂനല്ലാഹി തആല, അല്ലാഹു തആലാത്തോ അല്ലാത്ത, അല്ലാഹു അല്ലാത്ത ഒന്നും മനസ്സിലുണ്ടായിരിക്കുക എന്നതാണ്. ഇഫ്റാദുൽ ഹഖ് സുബ്ഹാനഹു വ തആല ഫി ത്വആത്തി ബിൽ ഖസ്ദി, അപ്പൊ അത് ത്വഅത്ത് കൊണ്ട്, നമ്മുടെ ആരാധനകൾ കൊണ്ട് അല്ലാഹു തആലാന്റെ അടുപ്പം ഉദ്ദേശിക്കുക, വേറൊരു കാര്യം ഉദ്ദേശിക്കാതെ. വേറൊരു കാര്യം എന്ന് വെച്ചാൽ മഖ്ലൂഖിൻ, വേറൊരു ആൾക്കാരെ കാണുക, ഇഖ്തിസാബി മഹമ്മദത്തിൻ ഇൻദന്നാസി ഔ മഹബ്ബത്തി മദ്ഹിൻ മിനൽ ഖൽഖി ഔ മഅനം മിനൽ മആനി സിവ തഖററുബിലല്ലാഹ്, അല്ലാഹു തആലാന്റെ അടുപ്പമല്ലാത്ത വേറെന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിക്കാതിരിക്കുക, അത് മാത്രം ഉദ്ദേശിക്കുക എന്നുള്ളതാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഫത്വൽ മുഈനിലുള്ള നല്ല രസമുള്ള ഒരു കാര്യമുണ്ട്. അപ്പൊ നിസ്കാരത്തില് ഇഖ്ലാസ് ഉണ്ടാവുക എന്ന് പറഞ്ഞത് എന്താണ്? അത് നമ്മൾ കുറെ എന്താ പറയാ, നിസ്കരിക്കുമ്പോൾ സ്വർഗത്തെ പറ്റിയും നരകത്തിനെ പറ്റിയും ആലോചിക്കുക എന്നുള്ളതാണോ? അപ്പൊ അവിടെ ആര് പറയുന്നത് കാണാൻ പറ്റും, നിസ്കരിക്കുന്ന സമയത്ത് അപ്പ ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇഖ്ലാസ്. അതായത് നിയത്ത് ചെയ്യുമ്പോൾ നിയത്തിൽ ശ്രദ്ധിക്കുക, ഫാത്തിഹ ഓതുമ്പോൾ ഫാത്തിഹയിൽ ശ്രദ്ധിക്കുക, ഓരോ ലഫ്ള് പറയുമ്പോൾ ഓരോ ലഫ്ളുകളിൽ ശ്രദ്ധിക്കുക, റുക്കൂ ചെയ്യുമ്പോൾ അതിൽ ശ്രദ്ധിക്കുക, അതിൽ പറയുന്ന അദ്കാറുകളിൽ ശ്രദ്ധിക്കുക. അതാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ. അല്ലാതെ മൊത്തത്തിൽ ആലോചിക്കുക എന്നുള്ളതല്ല എന്നാണ് ഫത്വൽ മുഈനിൽ കാണാൻ പറ്റുന്നത്. മൊത്തത്തില് തഖർറുബ് ഇലല്ലാഹ്, അല്ലാഹു തആലയിലേക്കുള്ള അടുപ്പം മാത്രം ഉദ്ദേശിക്കുക എന്നതാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ശർഈയായ കാര്യങ്ങൾക്കൊക്കെ നിയത്ത് വേണം. ഈ നിയത്ത് ഇഖ്ലാസിന്റെ ഒരു മാർഗം തന്നെയാണ്. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഇത് ഇന്ന ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് മനസ്സിൽ ഉറപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ നിയത്തിന് കുറച്ചുകൂടി, അല്ല ആ ഒരു കാര്യത്തിൽ കുറച്ചുകൂടി കോൺസെൻട്രേഷൻ കിട്ടും. ഓക്കെ. അപ്പൊ അതാണ് നിയത്തിലെയും ഇഖ്ലാസിലാണ് ഈ ബാബ് പറയുന്നത്. അപ്പൊ ഈ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കാൻ വേണ്ടി നിയത്ത് ശർത്താണ്. അപ്പൊ ഈ ഒഴിവാക്കുന്ന കാര്യങ്ങളിൽ നിയത്തില്ല. ഇപ്പോ തെറ്റായ കാര്യം ഒരു ഒഴിവാക്കാണ്, അപ്പൊ അതിൽ നിയത്ത് വെക്കണമെന്നില്ല. അപ്പൊ ഒരു സംശയം ഉണ്ടാവും, നോമ്പ് നോൽക്കുമ്പോ എന്താണ്
നമ്മൾ ഒഴിവാക്കല്ലേ ചെയ്യുന്നത്, ഭക്ഷണം ഒഴിവാക്കല്ലേ, അപ്പൊ അവിടെ നിയത്തുണ്ടല്ലോ. അപ്പൊ അവിടെ എന്താണ് വിഷയം, അവിടെ നമ്മുടെ എന്താണ് ചര്യയാണ് ഭക്ഷണം കഴിക്കാന്നുള്ളത്, പകല് ഭക്ഷണം കഴിക്കാന്നുള്ളത്. അപ്പൊ അത് മനഃപൂർവ്വം ഒഴിവാക്കുന്നത് കൊണ്ടാണ് അവിടെ നിയത്ത് ചെയ്യുന്നത് എന്ന് കാണാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇനി ഹദീസിലേക്ക് കടക്കാണ്. അൻ അമീരിൽ മുഅ്മിനീന അബീ ഹഫ്സിൻ ഉമർ ഇബ്നുൽ ഖത്താബ് ബിൻ നുഫൈൽ. നിങ്ങളുടെ കയ്യിലൊക്കെ കിതാബ് ഉണ്ടാവോ? എന്താണ്, കിതാബ് ഫിസിക്കലായിട്ട് തന്നെ ഉണ്ടാകുമ്പോൾ ഒന്നുകൂടി ഉഷാറായിരിക്കും. ഇനി അതില്ലെങ്കിൽ PDF ഞാൻ ഇതിലുണ്ട്, നമ്മുടെ റിസോഴ്സസിൽ, LMSലെ റിസോഴ്സസിൽ പോയി കഴിഞ്ഞാൽ അതിൽ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഈ കിതാബ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കിതാബുകൾ PDF ഉണ്ടെങ്കിൽ അതായാലും മതിയോ. ഓക്കെ. പിന്നെ ഈ ഹദീസുകൾ വായിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, എല്ലാവരും കൂടി മൈക്കിൽ വായിച്ചു കഴിഞ്ഞാൽ ശരിയാവുമെന്ന് അറിയില്ല. എല്ലാവരും ഒറ്റക്കൊറ്റക്ക് എന്തായാലും നമ്മൾ ഒരുമിച്ച് വായിക്കാം, എന്നിട്ട് നമുക്ക് അർത്ഥം പറയാം. ഓക്കെ. ഓ ഞാൻ ഇപ്പോൾ റിയാദ് സ്വാലിഹിന്റെ ഫസ്റ്റ് ഹദീസാണ്. عن أمير المؤمنين أبي حفص عمر بن الخطاب بن نفيل بن عبد العزى بن رياح بن عبد الله بن كرت بن رزاح بن عدي بن كعب بن لؤي بن غالب بن القرشي العدوي رحمة الله عليهم قال. قال سمعت رسول الله صلى الله عليه وسلم يقول. ഈ ഹദീസ് ആരെ തൊട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? അമീറുൽ മുഅ്മിനീൻ അബൂ ഹഫ്സ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു തൊട്ടാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആദ്യം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു നിന്ന് ആരാണ് കേട്ടത്, അവരിൽ നിന്ന് ആരാണ് കേട്ടത് ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു കാല. എന്നിട്ട് അവർ പറഞ്ഞു, എന്ത് പറഞ്ഞു? സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് കേട്ടോ. യഖൂൽ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഹദീസിന്റെ മത്തിനാണത്. അപ്പൊ ഇത്രയും കാര്യങ്ങള്, ഈ പേരുകളൊക്കെ നമ്മൾ പറഞ്ഞത് എന്താണ്? ഹദീസിന്റെ സനദാണ്. ഇനി നമ്മൾ മത്തിനിലേക്ക് കടക്കാണ്. യഖൂൽ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത് ഹിജ്റതുഹു ലിദുനിയാ യുസീബുഹാ ഔ ഇംറാത്തിൻ യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി മുത്തഫഖുൻ അലാ സിഹ്ഹതിഹി റവാഹു ഇമാമുൽ മുഹദ്ദിസീന അബൂ അബ്ദില്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബിൻ ഇബ്രാഹിം ബിൻ മുഗീറത്ത് ബിൻ ബർദിസ്ബ അൽ ജുഅഫി അൽ ബുഖാരി അബുൽ ഹുസൈൻ മുസ്ലിം ബിൻ ഹജ്ജാജ് ബിൻ മുസ്ലിം അൽ കുശൈരി നൈസാബൂരി റളിയല്ലാഹു അൻഹുമാ ഫീ സ്വഹീഹൈഹിം അല്ലദൈനി മാ അസഹുൽ കുതുബിൽ മുസന്നഫത്തി. അത് മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ബുഖാരി ഇമാമും മുസ്ലിം ഇമാമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ആദ്യം സനദ് വായിച്ചു, ഹദീസിന്റെ സനദ് വായിച്ചു, പിന്നെ മത്ന് വായിച്ചു. ഈ ആൾക്കാരുടെ പറ്റി പറയുന്ന അമീറുൽ മുഅ്മിനീൻ അബൂ ഹഫ്സ് തുടങ്ങി ഓരോ ആരിൽ നിന്ന് ആർക്കാണ് ലഭിച്ചതെന്ന് പറയുന്ന ഭാഗമാണ് ഹദീസിന്റെ സനദ് എന്ന് പറഞ്ഞാൽ. പിന്നെ സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഭാഗമാണ് ഹദീസിന്റെ മത്ന്. ഓക്കെ. അതിലെന്താണ് പറയുന്നത്? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. എല്ലാ പ്രവർത്തനങ്ങളും, അമലുകളൊക്കെ, ഇപ്പൊ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്കാണ് എന്ത് പറയാ? അമലുകൾ എന്ന് പറയാം. അല്ലേ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് അമലുകൾ എന്ന് പറയാം. ആ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിന്റെ സ്വീകാര്യത, അമലുകളുടെ സ്വീകാര്യത ബിന്നിയാത്ത്, നിയ്യത്തുകൾ കൊണ്ടാണ് ഉണ്ടായിരിക്കുക. അപ്പൊ നിയ്യത്ത് കൊണ്ടായിരിക്കണം, നിയ്യത്ത് കൊണ്ടേ അമലുകൾ സ്വീകരിക്കുകയുള്ളൂ. വൈന്നമാലി കുല്ലിംറീൻ, എന്നിട്ട് പറയാണ് വൈന്നമാലി കുല്ലിംറീൻ മാനവ. എല്ലാ മനുഷ്യന്മാർക്കും എന്തുണ്ട്? മാനവ, അവൻ ഉദ്ദേശിച്ചതുണ്ട്. ഫമൻകാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി. ഇനി ഒരാളുടെ ഹിജ്റ, അവരുടെ പുറപ്പെട്ടു പോക്ക് ഇലല്ലാഹി വറസൂലിഹി,
അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കുമാണെങ്കിൽ ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലി. അപ്പൊ അവരുടെ ഹിജ്റ അതിലേക്ക് തന്നെയാണ്, അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ്. വമൻ കാനത്ത് ഹിജ്റത്തുഹു ലിദുന്യാ യുസീബുഹാ, അവന് ആഗ്രഹിക്കുന്ന ദുന്യാവിലേക്ക് വേണ്ടിയാണ് അവന് ഹിജ്റ പോകുന്നതെങ്കിൽ, ഔ ഇമ്രാത്തിൻ യൻകിഹുഹാ, അല്ലെങ്കിൽ അവന് വിവാഹം ചെയ്യുന്ന ഭാര്യ സ്ത്രീയിലേക്കാണ് അവന്റെ ഹിജ്റ എങ്കിൽ ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അപ്പോൾ അവന്റെ ഹിജ്റ എന്താണ്? ഇലാ മാ ഹാജറ ഇലൈഹി, അവൻ പോയ ഒന്നിലേക്ക് തന്നെയാണ്. അതായത് ഒരു ഹിജ്റ കൊണ്ട്, ഒരു പോക്ക് കൊണ്ട്, ഒരു അമല് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും റിളയാണെങ്കിൽ, അവര് പറഞ്ഞതനുസരിച്ച് ഞാൻ ചെയ്യുന്നു എന്ന കാര്യമാണെങ്കിൽ, അവരോടുള്ള അടുപ്പവും ഇബാദത്തുമാണെങ്കിൽ, അപ്പൊ അവൻ ഉദ്ദേശിച്ചത് അവന് കിട്ടുക തന്നെ ചെയ്യും. ഇനി അതല്ല, ഹിജ്റ കൊണ്ട് ഒരാൾ ഉദ്ദേശിക്കുന്നത് വേറെ എന്തെങ്കിലും ദുന്യാവിന്റെ കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ ദുന്യാവിൽ കിട്ടാൻ പോകുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ, ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അപ്പൊ അതും അവർക്ക് ലഭിക്കുന്നതാണ്. മുത്തഫഖുൻ അലാ സിഹത്തിഹി, ഇത് മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. മനസ്സിലായോ? അപ്പൊ ഒന്നാമത്തെ ഹദീസ് ഓക്കെ. ഈ ഹദീസിന്റെ സനദും മത്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയില്ലേ? ഓക്കെ. അപ്പൊ ഈ ഒന്നാമത്തെ ഹദീസിൽ ഈ ബാബ് തന്നെ എന്തിനാണ്? ഇഖ്ലാസ്, പിന്നെ നിയ്യത്ത്. ഇഖ്ലാസ് നമ്മൾ പറഞ്ഞു തഖർറുബ് ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് അടുപ്പം ഉണ്ടാവുക. നമ്മള് ഇബാദത്തുകൾ ചെയ്യുമ്പോൾ അള്ളാഹുവിലേക്ക് അടുപ്പം ഉണ്ടാകുക. അതേപോലെ നല്ല നിയ്യത്ത് ഉണ്ടായിരിക്കുക. ഈ ഒരു കാര്യത്തിൽ പറഞ്ഞോളൂ. എങ്ങനെ? ഇഖ്ലാഖ് എന്നത് ഉദ്ദേശിച്ചത്? ഇഖ്ലാസ് എന്നാണ് നമ്മൾ ഇപ്പൊ പറയുന്ന വിഷയം. ഇഖ്ലാഖ് അല്ല, അഖ്ലാഖ് ആയിരിക്കും. അഖ്ലാഖ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഇഖ്ലാസ് തന്നെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവും. എനിക്കറിയില്ല, ഇഖ്ലാഖ് ഞാൻ കേട്ടിട്ടില്ല. അഖ്ലാഖ് നമ്മളെ മദ്രസയിലൊക്കെ എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല അത് ഇഖ്ലാഖ് എന്ന് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇഖ്ലാസ് ആണെങ്കിൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്, തഖർറുബു ഇലല്ലാഹ്, അല്ലാഹു തആലയിലേക്ക് അടുപ്പുണ്ടാവുക. വേറൊരു കാര്യം നമ്മൾ ഉദ്ദേശിക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യം. പിന്നെ അഖ്ലാഖ്, ചിലപ്പോ അഖ്ലാഖ് അതെ അതെ, ഇഖ്ലാസ് അവസാനം സ്വാദുള്ളതാണ് യഥാർത്ഥ വാക്ക്. ഇനി ഒരു കേസ് ചിലപ്പോ എന്ത് ചെയ്യും, അഖ്ലാഖ് ആവാനും ചാൻസ് ഉണ്ട്. അത് ഈ മദ്രസയിലുള്ള ഒരു വിഷയമാണ് എന്ത് അഖ്ലാഖ്. അഖ്ലാഖ് എന്ന് പറഞ്ഞാൽ കിതാബുകള്, ഈ എത്തിക്സ് പഠിക്കുന്ന സംഭവമാണ്. അതായത് നല്ല നല്ല മര്യാദകൾ ഉണ്ടാവില്ലേ, ഈ സൽസ്വഭാവം, അതേപോലുള്ള കാര്യങ്ങൾ പഠിക്കുന്ന ഒരു പഠനശാഖയാണ് അഖ്ലാഖ് എന്ന് പറയുന്നത്. തസവുഫിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ. അപ്പോ ഈ ഹദീസ് ഈ ഹദീസില് ഇപ്പൊ സനദിന്റെ ഭാഗം നമുക്ക് ക്ലിയർ ആയി. ഇനി മത്നിന്റെ ഭാഗമാണ് ഇന്നമൽ അഅ്മാലു. അപ്പൊ നമ്മൾ പറഞ്ഞു ഇഖ്ലാസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇഖ്ലാസ്, നിയ്യത്ത്, അതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ എന്താണ് പറഞ്ഞത്? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നാണ് പറഞ്ഞത്. അമലുകളുടെ, പ്രവർത്തനങ്ങളുടെ സ്വീകാര്യത എന്തിന്റെ മേലാണ്? നിയ്യത്ത് കൊണ്ടാണ്. നിയ്യത്ത് ഉണ്ടായാലേ അമലുകൾ സ്വീകരിക്കൂ, നിയ്യത്ത് ഉണ്ടായാലേ അമലുകൾ സ്വീകരിക്കൂ എന്നാണ് ഈ ഹദീസിൽ പറഞ്ഞത്. ഇനി അതിനോട് തുടർന്നിട്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെ പറഞ്ഞതാണ്
ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് ഒരാൾ അള്ളാഹുവിന്റെ വജ്ഹാണ്, അള്ളാഹുവിന്റെ രിളയാണ്, അല്ലെങ്കിൽ അള്ളാഹും റസൂലും പറഞ്ഞ കാര്യമായതുകൊണ്ട് അത് ചെയ്യുന്നു എന്ന കാര്യമാണ് ഒരാൾ ഉദ്ദേശിച്ചതെങ്കിൽ, ഉദാഹരണത്തിന് നിസ്കരിക്കുന്നത് കൊണ്ട് ഒരാള് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു, നബിതങ്ങൾ പറഞ്ഞത് കൊണ്ട് പഠിപ്പിച്ചത് കൊണ്ട് അതുപോലെ നിസ്കരിക്കുന്നു എന്നാണ് ഒരാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അയാൾക്ക് അതിനുള്ള പ്രതിഫലം കിട്ടും. ഇനി അതേ നിസ്കാരം കൊണ്ട് അയാള് നാട്ടുകാരെ കാണിക്കണം എന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക, നിസ്കരിച്ചു കഴിഞ്ഞാല് ഇപ്പൊ ഉസ്താദ് കുട്ടികളോട് പറയും നിസ്കരിച്ചു കഴിഞ്ഞാലേ എന്ത് ചെയ്യുള്ളൂ, വീട്ടിലേക്ക് വിടുള്ളൂ എന്ന് പറയും. അസർ നിസ്കരിച്ചു കഴിഞ്ഞാലേ വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടി നിസ്കരിച്ചതാണെങ്കിൽ അവൻ എന്തിനാണോ നിസ്കരിച്ചത് അതേ കിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പൊ നമ്മുടെ നീയത്ത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഒരു പ്രവർത്തനത്തില്. അതാണ് പറഞ്ഞത്, അവൻകാനത്ത് ഹിജ്റത്തുൽ ദുന്യ യുസീബു, അവനെ ബന്ധിക്കുന്ന അവനെ ബാധിക്കുന്ന ദുന്യാവിന് വേണ്ടിയാണ് അവൻ യാത്ര പോയതെങ്കിൽ, അപ്പോ അവൻ ഇമ്രാത്തി എനിക്ക്, അല്ലെങ്കിൽ അവന് വിവാഹം ചെയ്യുന്ന ഒരു സ്ത്രീക്ക് വേണ്ടിയാണ് അവന് ഹിജ്റ പോയതെങ്കിൽ, ഹിജ്റത്തു ഇലാമ ഹാജറ ഇലൈഹി, ഹിജ്റത്തു, അപ്പൊ അവന്റെ ഹിജ്റ എന്തിലേക്കാണ്, ഇലാമ ഹാജറ ഇലൈഹി, അവൻ എന്തിലേക്കാണോ യാത്ര തിരിച്ചത് അതിലേക്കാണ് അവന്റെ ഹിജ്റ. അപ്പൊ നമ്മള് ആ ഹിജ്റ കൊണ്ട്, ഇവിടെ ഹിജ്റയാണ് ഉദ്ദേശം, ഉദാഹരണം പറഞ്ഞു. ഹിജ്റ പറഞ്ഞാൽ ഒരു യാത്ര എന്ന് വെച്ചാൽ മതിയോ. നിങ്ങൾ ഹിജ്റ പോയില്ലേ മക്കയിൽ നിന്ന് മദീനയിലേക്ക്, അപ്പൊ അതുപോലെ ഒരാള് ഒരു ഹിജ്റ പോക്ക് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്, അള്ളാഹുവിലേക്കുള്ള കാര്യമാണ് ഉദ്ദേശിക്കുന്നത്, അള്ളാഹുവിലേക്ക് അടുക്കുക എന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ അയാൾക്ക് അത് കിട്ടും. ഇനി അങ്ങനല്ല, ഒരാള് ദുന്യാവിന് വേണ്ടിയാണ് ഹിജ്റ പോയതെങ്കിൽ, അല്ലെങ്കിൽ ഒരു പെണ്ണിന് വേണ്ടിയാണ് ഹിജ്റ പോയതെങ്കിൽ ആ ഉദ്ദേശിച്ച കാര്യവും അവർക്ക് കിട്ടും എന്നാണ് ഈ ഹദീസിൽ പറഞ്ഞത്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ഹദീസാണ് നമ്മൾ പറഞ്ഞത്.